സാധാരണഗതിയിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് 99% ഉപയോഗപ്പെടുത്തി വരുന്ന സെലക്ഷൻ രീതിയാണ് ഹൊറിസോണ്ടൽ സെലക്ഷൻ രീതി. അതായത് നമ്മൾ നോർമലി മൗസ് പോയിൻ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ സെലക്ഷൻ പോകുന്നത് ഹൊറിസോണ്ടലി ആയിട്ടാണ് അതിൻ്റെ സെലക്ഷൻ പോകുന്നത്. നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടോ, അതിൻ്റെ ഹൊറിസോണ്ടലി ആയിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും ലൈനുകൾ താഴത്തേക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ കൂടി അതിൻ്റെ സെലക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വെർട്ടിക്കലായിട്ട്, അതായത് ചെറിയൊരു പോർഷൻ മാത്രം ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സെലക്ട് ചെയ്യണം, ബാക്കി ഭാഗത്തെ ഒഴിവാക്കണം. അങ്ങനെ ആകുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സപ്പോസ് നമ്മൾ ഇവിടെ ഇത്രയും ഈ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഈ ടെക്സ്റ്റിൽ നമുക്ക് ഇവിടെ ഈ 1, 2, 3 എന്നുള്ളത് ആക്ച്വലി ഇങ്ങനെ സാധാരണഗതിയിൽ ഇത് ചെയ്യുന്നത് നമ്മൾ നമ്പറിങ് ആൻഡ് ബുള്ളറ്റിംഗ് ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ നമ്പറിങ് ബുള്ളറ്റിംഗ് ഉപയോഗിച്ചിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ചിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്പർ വരുമായിരുന്നു. വന്നിട്ടില്ല. അതായത് ഇവിടെ ഇത് നമ്പറിങ് ബുള്ളറ്റിംഗ് എന്ന രീതിയിലല്ല, വെറുതെ ടൈപ്പ് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. മറ്റൊരു രീതി, ഇത് നമ്പറിങ് ബുള്ളറ്റിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഈ കാണുന്ന ബട്ടൺ ഒരു യെല്ലോ കളറിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നതാണ്. ഇപ്പോൾ ഒരു നമ്പേർഡ് ഐറ്റം ആണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു നമ്പേർഡ് ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ 4, 5 ഐറ്റം ക്രിയേറ്റ് ചെയ്തു. നമ്പേർഡ് ആയിട്ടാണ്. ഇവിടെ ഈ നമ്പേർഡ് ഐറ്റത്തിൽ എവിടെയെങ്കിലും നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ ഇത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. കണ്ടോ, ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഒരു ഹൈലൈഷൻ ഇല്ല. കാരണം ഇതെന്തല്ല, ഇത് നമ്പറിങ് ആൻഡ് ബുള്ളറ്റിംഗ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്പറിങ് ആൻഡ് ബുള്ളറ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഇത് അങ്ങനെയല്ല. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഭാഗം റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക, ഓരോ ലൈനിലും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഡെലിറ്റ് ചെയ്യണം. ഇത് സെലക്ട് ചെയ്ത് ഡെലിറ്റ് ചെയ്യുക, ഇത് സെലക്ട് ചെയ്ത് ഡെലിറ്റ് ചെയ്യുക, ഈ സെലക്ട് ചെയ്ത് ഡെലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉപയോഗപ്പെടുത്തി വരുന്ന രീതി. എന്നാൽ ഇതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് ആണ് നമ്മൾ വെർട്ടിക്കൽ സെലക്ഷൻ രീതി ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഇതെവിടെ ആൾട്ട് കീ പ്രസ് ചെയ്യുക. വെർട്ടിക്കൽ സെലക്ഷന് മുമ്പ്, സെലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആൾട്ട് കീ അമർത്തി പിടിക്കുക. അതിനുശേഷം ഒരു സെലക്ഷൻ തുടങ്ങുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഡെലിറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം പോയി കിട്ടി.